ശ്രീ ഖാദർ കരിപ്പൊടി, ഇപ്പോൾ പോലീസും എക്സൈസും നീങ്ങുന്നുണ്ട്. കണക്കുകൾ സഭയ്ക്ക് മുന്നിൽ തന്നെയുണ്ട്. അത് സംസ്ഥാനത്താകെയുള്ള ലഹരി വേട്ടയുടെ കണക്കുകളാണ്. ഇപ്പോൾ സിനിമാ മേഖലയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അത് വലിയ ചർച്ചയാകും. ആരൊക്കെ പിടിക്കപ്പെടുന്നു എന്നുള്ളൊരു ആകാംക്ഷയും ഉണ്ടാകും. ആ പിടിക്കപ്പെട്ട കേസുകളുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അവരൊക്കെ തന്നെയും ജാമ്യത്തിൽ ഇറങ്ങിക്കഴിയുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ഈ ഘട്ടത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഇതിന്റെ വേര് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് സ്മൃതി പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. രണ്ടാമത്തെ കാര്യം, ഈ ഉപയോഗിക്കുന്ന ആളുകൾ ഇത് തുടർന്നും ഉപയോഗിക്കാതിരിക്കാനുള്ള എന്ത് നീക്കം നടത്തുന്നു? വേരും ഇത് ഉപയോഗിച്ച ആളുകൾ ഇനി ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. നോക്കൂ, ഇവിടെ സ്മൃതി പറഞ്ഞ പോയിന്റ് അത് വളരെ ക്ലിയർ ആയിട്ടാണ് ഞാൻ ഉൾക്കൊള്ളുന്നത്. അതിന് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ചൊവ്വ നൽകേണ്ടതില്ല എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിസ്സാരവൽക്കരിക്കപ്പെടും. നോക്കൂ, ഇപ്പോ തസ്ലീമയുടെ മൊഴിയിൽ ശ്രീനാഥ് ബാസി ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഷെയ്ൻ ടോം ചാക്കോ ഉണ്ട് എങ്കിൽ, ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തുന്നതിൽ ഒരു തടസ്സവും ഇല്ല. അത് നിസ്സാരവൽക്കരിക്കപ്പെടുന്നതിന്റെ ആവശ്യവും ഇല്ല. കാരണം ഇവിടെ ഒരു കോളേജിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സംഘർഷം നടന്നു കഴിഞ്ഞാൽ 308 ചുമത്തുന്ന പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലിയ ഗുരുതരമായിട്ടുള്ള ഒഫൻസ് നിലനിൽക്കുന്ന കേസുകളിൽ ഇത്തരം ചങ്ങലകളിലേക്ക് ഒരു കേസിനെ കൊണ്ടുപോകുന്നതിൽ പോലീസിന് വലിയ തടസ്സമൊന്നുമില്ല എന്നാണ് എന്റെ വിശ്വാസം, എന്റെ അറിവ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നോക്കൂ, വേടനെ അറസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഷെയ്ൻ ടോം ചാക്കയെ അറസ്റ്റ് ചെയ്യുന്നു. ഈ അറസ്റ്റ് ചെയ്ത് അവരെ മണിക്കൂറുകൾക്കകം അവരെ വിട്ടയച്ചു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിന് ലഭിക്കുന്ന സന്ദേശം എന്താണ്? അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികൾക്ക് ഇവിടുത്തെ നിയമവ്യവസ്ഥ നൽകുന്ന സന്ദേശം എന്താണ്? അതിന് പല കാരണങ്ങൾ ഉണ്ടാകാം. കിട്ടിയ അളവിന്റെ തൂക്കം ഉണ്ടാകാം, ഗ്രാമിന്റെ അളവുണ്ടാകാം, അങ്ങനെ പലതരത്തിലുള്ള നിയമ തടസ്സങ്ങളും ഉണ്ടാകാം. എന്താണ് പൊതുസമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം? കഞ്ചാവ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, MDMA ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഏറിയാൽ ഒരു 5-6 മണിക്കൂറിന്റെ ഒരു പ്രകടനം. സെലിബ്രിറ്റി ആവാതിരുന്നാൽ മതി. സെലിബ്രിറ്റി ആയില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ മാധ്യമങ്ങളെ ഒന്നും പേടിക്കേണ്ടതില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം എവിടെയും കാണാനില്ല എന്നുള്ള സന്ദേശത്തിനപ്പുറത്ത് ഇവിടെ എവിടെയാണ് ഒരു കരുതലോട് കൂടിയിട്ടുള്ള ഒരു നീക്കമുള്ളത്? നോക്കൂ, എത്ര കാലങ്ങളായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. ഇവിടെ കഞ്ചാവ് വിൽപ്പന നടത്തിയവൻ വീണ്ടും നടത്തുന്നു, MDMA ഉപയോഗിച്ചവൻ ഇവിടെ വീണ്ടും ഉപയോഗിക്കുന്നു. ഒരു മാറ്റവും ഇല്ല, അവനത് ചെയ്തുകൊണ്ടേയുണ്ട്. ഇവിടെ നമ്മൾ സിസ്റ്റമാറ്റിക്കലി ഈ വിഷയം കൈകാര്യം ചെയ്യണം. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറത്ത്, രാഷ്ട്രീയ ചർച്ചകൾക്കപ്പുറത്ത് ഇത് ഫലപ്രദമായിട്ടുള്ള തീരുമാനത്തിലൂടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. കേവലം ആർക്കെങ്കിലും ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി അധികാരത്തിലുണ്ടെങ്കിൽ അവർക്ക് BGM ഇട്ട് കളിക്കാൻ പറ്റുന്ന കേസിനപ്പുറത്ത് ഈ വിഷയം നമ്മുടെ കുട്ടികളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഈ ഒരു വിഷയം വന്നു, എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്? ആ രീതിയിൽ സർക്കാർ ഇതിന് കരുതൽ കാണിക്കണം. നോക്കിപ്പോ വേടൻ അറസ്റ്റിലായി, അല്ലെങ്കിൽ ഷെയ്ൻ ടോം അറസ്റ്റിലായി. അവർക്ക് ഇത് ഇനി ഉപയോഗിക്കാതിരിക്കാനുള്ള എന്ത് നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നത്? വ്യക്തമായ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ടോ? വ്യക്തമായ രീതിയിൽ ഇവർക്ക് സർക്കാരിന്റെ കീഴിൽ തന്നെ ഇത്തരം കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തികൾക്ക് ലഹരിയിൽ നിന്ന് വിമുക്തി നേടാൻ വേണ്ടിയിട്ട് സർക്കാർ തന്നെ ഔദ്യോഗികമായി ഇവരെ 30 ദിവസത്തെ, നോക്കൂ, ഈ ബൈലബിൾ ഒഫൻസിൽ നിന്ന് ഇവരെ ഊരിയെടുത്തു കൊണ്ടുപോകുന്ന ആളുകൾക്കുള്ള വ്യക്തമായ മറുപടി കൊടുക്കേണ്ടത് ഇവരെ ജാമ്യം കൊടുത്തോ, സ്റ്റേഷൻ ജാമ്യം കൊടുത്തോ, പ്രശ്നമില്ല. പ്രാക്ടിക്കലായിട്ട് ഇവരെ അവിടെ നിന്ന് ഒരു ലഹരി വിമുക്ത സെന്ററിലേക്ക് കൊണ്ടുപോകണം. അവരെ മാറ്റിയിട്ട് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കണം. നോക്കൂ, സിസ്റ്റമാറ്റിക്കലി ഇത് നമ്മുടെ കുടുംബത്തിനകത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെതിരെ ഏത് നീക്കം നടത്തുമോ ആ രീതിയിൽ ഇത് സർക്കാർ കാണണം. എങ്ങനെയാണ് ഇതിന്റെ വേര് പിടിക്കേണ്ടത്? സർക്കാരിന്റെ ലഹരിമുക്ത പരിപാടിയൊക്കെ ഉണ്ട് ഖാദർ കരിപ്പൊടി. ഇപ്പോൾ നോക്കൂ, സർക്കാരിന്റെ ലഹരിമുക്ത സംവിധാനത്തിലൂടെ ആയിരിക്കില്ല ഷൈൻ ടോം ചാക്കോ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നാണ് ഇന്ന് ചോദ്യം ചെയ്യലിന് എത്തിയത്. അദ്ദേഹത്തിന് കുറച്ച് കഴിയുമ്പോഴേക്കും ബുദ്ധിമുട്ട് തുടങ്ങി. അദ്ദേഹം ഡ്രഗ് അഡിക്റ്റ് ആണ്, അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് തുടങ്ങി. ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായും സഹകരിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്ന ആളെ ഏത് രൂപത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത്, അവരെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നൊരു വിഷയം കൂടിയുണ്ട്. ഇത് ഇപ്പൊ ഞാനിപ്പോ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ നിന്ന് വിമുക്തി നേടാതെ ഇതിനൊരു പരിഹാരമില്ല. നോക്കൂ, അവരുടെ മൈൻഡ് കൈവിട്ടു പോയിരിക്കുകയാണ്. ഇത് ഉപയോഗിക്കാത്ത ആൾക്കാർ ഭ്രാന്തമാകും. ഇത് കിട്ടാതെ കിടക്കുന്ന ഞാനിപ്പോ പല രീതിയിൽ
പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇവർക്കൊക്കെ ഒരു നെഗറ്റീവ് ചിന്ത കയറുന്നുണ്ട്. ചില ആളുകൾക്ക് ഓവർ പോസിറ്റീവ് ചിന്തകളും കയറുന്നുണ്ട്. ഈ നെഗറ്റീവ് ചിന്ത കയറുന്ന കുറെ ആൾക്കാരുണ്ട്. പല കേസുകൾ ഇപ്പൊ അടുത്ത് നോക്കൂ. ഇപ്പൊ എന്റെ നാട്ടിൽ തന്നെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരാൾ ഇത് ഉപയോഗിക്കുകയും അയാൾ അവസാനം പല രീതിയിൽ ചിന്തിച്ച് സ്വന്തം സുഹൃത്തുക്കൾക്കെതിരെ ചിന്തിച്ച് അവസാനം ഒരു മുഴം കയറിൽ ജീവൻ എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അയാൾ പോയ ഒരു കാഴ്ച എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ നഗര പരിസരത്തുണ്ടായിരുന്ന ഒരു സംഭവമാണ്. ഈ നെഗറ്റീവ് ആംഗിളിലേക്ക് പോകുന്ന ആളുകൾ സ്വയം ജീവൻ എടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇവർ വേറെ ആളുകളുടെ ജീവൻ എടുക്കുന്ന ഒരു ചിന്താഗതിയിലേക്ക് പോകുന്നതും അപകടമല്ലേ? സ്വന്തം ജീവൻ എടുക്കുന്നതും അപകടമാണ്. ഇതിന് പരിപൂർണമായിട്ടുള്ള ഒരു മുക്തി ഉണ്ടാവണമെന്നുണ്ട് എങ്കിൽ ഇത് സിസ്റ്റമാറ്റിക്കലി കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. എനിക്കിപ്പോഴും മനസ്സിലാകുന്നത് കഞ്ചാവ് കേസിൽ തുടരെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികളെ തന്നെയാണ്. ഇവിടെ ഇവരിൽ നിന്ന് വിമുക്തി ഉണ്ടാകുന്നില്ല. അതിന്റെ കാരണം ഇപ്പോഴും ഇവർക്ക് എത്തുന്ന, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ വേരിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ സുസജ്ജമായിട്ടുള്ള ഒരു നീക്കം നടത്തണം. കേവലം മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾക്കപ്പുറത്ത്, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കങ്ങൾക്കപ്പുറത്ത് സജ്ജമായ ഒരു നീക്കം ഉണ്ടാകണം. അത് ഇനി ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്, ഇപ്പൊ തെലങ്കാനയും ആന്ധ്രയും പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യാപകമായിട്ട് ഇത് വരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അത്തരം സംസ്ഥാനങ്ങളിലേക്ക് അടക്കം പോകുന്ന അവസ്ഥ ഉണ്ടാകണം. അവിടെ ഇത് കൊടുക്കുന്ന ഗ്യാങ്ങുകളെ പിടിച്ച് കർക്കശമായിട്ടുള്ള നീക്കം നടത്തണം. ജാമ്യം കൊടുക്കാതെയുള്ള നീക്കം ഇവിടുത്തെ ജുഡീഷ്യറി സംവിധാനവും നടത്തണം. കാരണം ഇത്തരം ഡ്രഗ് കേസുകളിൽ വിട്ടുവീഴ്ച പോലീസിന്റെ ഭാഗത്തു നിന്നും ഇവിടെയുള്ള ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ ഭാഗത്തു നിന്നും അത് ഉണ്ടാകാൻ പാടില്ല. ഒരു തരത്തിലും ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു ലോക്ക് ഉണ്ടാവണം വലിയ തോതിൽ ചെയ്യുന്ന വേരുകൾക്ക്. എന്നാൽ ഇപ്പൊ നോക്കൂ, വേടനാണെങ്കിലും ബാക്കിയുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ട എല്ലാവരും അല്ല, അറസ്റ്റ് ചെയ്യപ്പെട്ട പലരും ഇത് ഉപയോഗിക്കുന്ന വ്യക്തികൾ മാത്രമാണ്. ഇത് ഉപയോഗിക്കുന്ന ആളുകൾ മാത്രമാണ്. ഇതിന്റെ യഥാർത്ഥ വേരിലേക്ക് ചെല്ലാത്തിടത്തോളം സ്മൃതി ഇതിന് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ആ വേരുകൾ അറുത്തു മാറ്റേണ്ടതുണ്ട്. അതിലേക്ക് പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.